2011 ഇംഗ്ലണ്ട് ടൂറിൽ നാണക്കേടുകൾ ഏറ്റുവാങ്ങി ഇന്ത്യ പടിയിറങ്ങുമ്പോൾ ബാധിച്ചത് വേൾഡ് കപ്പ് ആഘോഷം വിട്ടുപോകാത്ത കോടാനക്കോടി ഇന്ത്യൻ ആരാധകരും കൂടിയായിരുന്നു. 2007 നാറ്റ് വെസ്റ്റ് സീരീസ് തോറ്റു പടിയിറങ്ങി മാസങ്ങൾക്ക് ശേഷം യുവരാജ് സിംഗ് എടുത്ത റിവെഞ്ച് പോലെ പിന്നീട് കണ്ട ഒരു ചെറിയ പ്രതികാര കഥ. 2011 ഇംഗ്ലണ്ട് ടൂറിൽ ഒരു കളി പോലും ജയിക്കാതെയാണ് ഇന്ത്യ നാട്ടിലേക്ക് മടങ്ങിയത്. മാസങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് ഇന്ത്യയിലേക്ക് 5 ഏകദിനങ്ങൾക്കായി എത്തുന്നു. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തുടങ്ങിയ ആദ്യ ഏകദിനത്തിലെ വിജയത്തിൽ നിന്നും തുടർച്ചയായി 4 മത്സരങ്ങൾ വിജയിച്ച് മുന്നേറി നിൽക്കുന്ന ഇന്ത്യ ഇപ്പോൾ കടക്കാൻ പോകുന്നത് ഇടം ഗാർഡനിലെ 5ാം ഏകദിനത്തിലേക്കാണ്. പറഞ്ഞറിയിക്കുന്നതിനുമപ്പുറം ആവേശം നിറഞ്ഞ മത്സരം. ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ പ്രതികാരം. ഈഡൻ ഗാർഡനിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ അലിസ്റ്റർ കുക്ക് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഓപ്പണർമാരായ രഹാനെ, ഗംഭീർ സഖ്യം 80 റൺസിന്റെ മികച്ച ആദ്യ വിക്കറ്റ് പാർട്ണർഷിപ്പ് നൽകിയെങ്കിലും രഹാനെ, ഗംഭീർ, കോഹ്ലി ഇവർ 3 പേരും പെട്ടെന്ന് പവലിലേക്ക് മടങ്ങുന്ന കാഴ്ചയായിരുന്നു. മധ്യനിര ബാറ്റ്സ്മാൻമാർക്ക് വേണ്ടത്ര ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. 38 റൺസ് എടുത്ത റെയ്നയാണ് പിന്നെയും ഒന്ന് പൊരുതി നിന്ന് എന്ന് പറയാൻ പറ്റുന്നത്. മധ്യനിര ഓരോന്നായി പടിയിറങ്ങുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി ഒരു വശത്ത് നിൽക്കുന്ന കാഴ്ചയായിരുന്നു. ഒടുവിൽ 215-7 എന്ന നിലയിൽ 46 ഓവറുകളിൽ നിന്ന് ഇന്ത്യ അവസാനത്തെ 4 ഓവറുകളിൽ നിന്നും 56 റൺസുകൾ നേടി 271-ൽ 8 വിക്കറ്റ് എന്ന ആശ്വാസ നിലയിൽ ഇന്ത്യൻ ടോട്ടൽ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി എത്തിക്കുന്നു. ഈഡൻ ഗാർഡനിലെ കാണികളെ ആവേശത്തിലുയർത്തി 4 പടുകൂറ്റൻ സിക്സറുകളും 3 ഫോറുകളും ഉൾപ്പെടെ അതിസമ്മർദ്ദ ഘട്ടത്തിൽ നിന്നും 69 പന്തുകളിൽ നിന്ന് ധോണി നേടിയത് 75 റൺസ്. 272 വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് അനായാസമായാണ് മത്സരത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. ഓപ്പണേഴ്സായ ക്യാപ്റ്റൻ അലിസ്റ്റർ കുക്കും ക്രൈഗ് കിസ്വറ്ററും ചേർന്ന് 100 റൺസ് ആദ്യ വിക്കറ്റ് പാർട്ണർഷിപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇരുവരും അർദ്ധ സെഞ്ചുറിയിൽ. 20ാം ഓവറിലെ 2ാം പന്തിൽ 129-ൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നിന്ന ഇംഗ്ലീഷ് പടയുടെ നായകന്റെ ഓഫ് സ്റ്റംപിനെ വരുൺ ആരോൺ ഇളക്കി മറിച്ചതിൽ നിന്നുമായിരുന്നു ഗാലറിയിലെ ആവേശത്തിന് തുടക്കം കുറിച്ചത്. 61 റൺസ് നേടി കുക്കിന്റെ വിക്കറ്റ് വളരെ അനായാസമായി വരുൺ ആരോൺ നേടുന്നു. സർ ജഡേജയുടെ സ്പിന്നിന് മുന്നിൽ കുടുങ്ങിയ ക്യുസെറ്ററും കളം വിടുന്ന കാഴ്ച ഇംഗ്ലണ്ട് 134-2 എന്ന നിലയിൽ. മികച്ച ബൗളിംഗ് ചേഞ്ചിലൂടെ തുടരെ ഇംഗ്ലണ്ട് ടീം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു കൊണ്ടിരിക്കുന്നു. സമിത് പട്ടേലിന് സ്റ്റംപിംഗ് ചെയ്തുകൊണ്ട് ധോണി ഇന്ത്യ വിജയത്തിലേക്കാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. 5-0 അത് വേണം, അതുതന്നെയാണ് ലക്ഷ്യവും. ഒടുവിൽ 176 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുന്നു. അവസാനത്തെ 47 റൺസിന് ഇംഗ്ലണ്ട് നഷ്ടമായത് 10 വിക്കറ്റുകൾ. 5-0 എന്ന സ്വപ്നതുല്യമായ വിജയ നേട്ടത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ട് മണ്ണിൽ നിന്നും തനിക്കും തന്നെ ടീമിനുമുണ്ടായ മുറിവുകൾക്ക് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം കണ്ടെത്തുന്നു. സീരീസിലെ താരമായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിയെ തന്നെയായിരുന്നു. ആ വർഷത്തെ ദീപാവലിയുടെ തലേ ദിവസം നടന്ന ധോണിയുടെ വെടിക്കെട്ട്.